ഒറ്റ കാഴ്ചയിൽ മലയക്കോട്ടെ വാലിബന്റെ പോസ്റ്റർ പോലെ തോന്നി. ഓക്കെ, അപ്പോ 25-ാം തീയതി സിനിമ റിലീസാവുകയാണ്. ഇപ്പോൾ നമ്മുടെ എൻറ്റയർ ടീം, ഒരുപാട് ആളുകൾ രാജസ്ഥാനിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ എഫേർട്ടിന്റെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് 25-ാം തീയതി. വലിയ വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ആ ദിവസത്തിനായിട്ട്. ഇപ്പം മലൈക്കോട്ടെ വാലിബൻ ആരാണ് അയാൾ? അതിനാണെങ്കിൽ സിനിമ കാണേണ്ടത്. ഇപ്പം നമുക്കറിയാം, നൻപകൽ നേരത്ത് മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താൻ നേരത്ത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കുമോ മലൈക്കോട്ടെ വാലിബൻ? ആ ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ആൻസർ. ഇപ്പം ടിനുചേട്ടൻ സൂചിപ്പിച്ചിരുന്നു ലാലേട്ടന്റെ ഇൻട്രോ കാണാൻ നേരത്ത് എന്താണ് അദ്ദേഹം ആ ചിത്രത്തെ തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക. കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും, അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ മലൈക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇളക്കി മറിക്കുമോ? കുലുങ്ങണ കാര്യം എനിക്ക് അറിയാൻ പാടില്ല. മലൈക്കോട്ടെ വാലിബനിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കരയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ശരിക്കും മലയാളികൾക്ക് വരുന്ന ഒരു ആക്ടറാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തോടുള്ള അപ്രോച്ച് അല്ല, അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു ഇതിനകത്ത്. ഇതിലൊട്ടും തന്നെ ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല എന്നുള്ളതാണ്. സർപ്രൈസ് അല്ലേ? അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ അതിലെ എന്തെങ്കിലും സത്യമുണ്ട്? ഇതിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ, നമ്മളോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകളുണ്ടോ? നിലവിലില്ല. സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും നമുക്ക് പങ്കുവയ്ക്കാവുന്ന സർപ്രൈസസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഏതാണ് അല്ല, നമ്മള് ഓൾഡ് സെഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു എന്താണ്, നമ്മളൊരു കഥയാണ് പറയുന്നത്. കഥ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നടക്കാം. ജോണർലെസ് ആണ്. അതുകൊണ്ട് തന്നെ ജോണർ എടുത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളൊരു ഒരു കെട്ടുകഥ, ഇപ്പൊ നമ്മളൊരു അമർചിത്ര കഥ വായിക്കുന്നത് പോലെ ഉള്ളൊരു കഥയാണ്. അപ്പൊ ആ കഥയ്ക്ക് നമ്മള് അതൊരു ത്രില്ലറാണ്, അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണർ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല, ആ കഥ പറയുക എന്നുള്ളതാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതല്ല, ആ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക. അതിനൊരു കാലം പറയുന്നില്ല. ഇപ്പോ നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ടൈമും ഒരു നമുക്ക് പരിചയമുള്ള കോസ്റ്റ്യൂംസ്, പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളാണ് വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് ഈ കഥ നടക്കുന്നത്. ഒരു കഥയാണ്. അപ്പൊ അത് ഉറപ്പായിട്ടും പറയാം. ഞങ്ങള് അത്തരം കഥകളില് ഒരുപാട് ഭ്രമിക്കുന്ന ആൾക്കാരാണ്. അത്തരം കഥകള് കേൾക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ റഫീഖിന്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് റഫീഖിന്റെ വൊക്കാബുലറി, റഫീഖ് എഴുതുന്ന വരികൾ. ഇപ്പോൾ ഇതിനകത്ത് 3-4 പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിന്റെ ആണ്. പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും അറേഞ്ച്മെന്റും ആണ് പ്രശാന്തിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ളത്. അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു
വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തില് ഒരാളെ എനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള, എനിക്ക് ഏറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റഫീഖ്. അതുകൊണ്ട് തന്നെ പുള്ളി ഒരുമിച്ച് ഇതിനെപ്പറ്റി ഇതിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. താങ്കൾ ചെയ്ത സിനിമകളല്ല നമുക്കറിയാം, അവാർഡ് മൂവി പോലെ ചെയ്യുന്നുണ്ട്. അത് ഫെസ്റ്റിവലിലാണെങ്കിലും ഹൗസ്ഫുൾ ആകുന്നു. ആ സിനിമകൾ തന്നെ തിയേറ്ററിലും വലിയ ഹൗസ്ഫുൾ ആകുന്നു. വലിയൊരു മാജിക്കാണ് താങ്കൾ. അത് പ്രേക്ഷകർ താങ്കൾക്ക് എന്നൊരു സ്നേഹമാണ്, ഒരു ബഹുമാനമാണ്, ഒരു ആദരവാണ് എന്ന് ഞാൻ പറയുന്നു. മമ്മൂക്കായിൽ നിന്നും നേരെ ലാലേട്ടനിലേക്ക് അതെന്താണ് അങ്ങനെ? മമ്മൂക്ക കഴിഞ്ഞു പറഞ്ഞ ലാലേട്ടൻ, ഇങ്ങനെ ഒരു യാത്രയുണ്ട്. ഈ മാജിക്കുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഇത് ഇപ്പോ ശിവചായന്റെ അടുത്ത് ചോദിച്ചറിയാം. ഇത് ഇങ്ങനൊരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലുമല്ല. അത് ആ സമയത്ത് രൂപപ്പെട്ട് എല്ലാം കറക്റ്റായിട്ട് വന്ന് ഭവിക്കുക എന്ന് പറയില്ലേ, അതുപോലെ സംഭവിച്ചൊരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അത് പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല. ലിജു ചേട്ടന്റെ എല്ലാ ചിത്രങ്ങളിലും ഒരു എക്സ്പെരിമെന്റൽ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ടാവുമല്ലോ. ഈ മലയക്കുട്ട വാലിബനെയും അത്തരത്തിൽ തന്നെയാണോ സമീപിച്ചത്? കുറച്ച് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ.